ആരെയും പേടിക്കാനില്ല. അത്ര സർവതന്ത്ര സ്വതന്ത്രമായൊരു ലോകം. ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരുടെ ലോകം ഇന്ന് അങ്ങനെയാണ്. അൽ കഹ്ഫിൽ എന്ന പാഠം പഠിക്കുക, വെള്ളിയാഴ്ച ഓതുമ്പോൾ പാഠം പഠിക്കുക. അവരും നല്ല ചെറുപ്പക്കാരായിരുന്നു. റബ്ബുനാ റബ്ബുസ്സമാവാതി വൽ അർള്. എന്നിട്ട് അവർ പറഞ്ഞു, ലൻ നദ്ഉ മിൻ ദൂനിഹി, ആ റബ്ബിന് പുറമെ, ആകാശഭൂമികളുടെ റബ്ബാരോ, അവന് പുറമെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയേയില്ല. ഇലാഹൻ, ഒരു ആരാധ്യനെയും അങ്ങനെ ഞങ്ങൾ ചെയ്താൽ ലഖദ് ഖുൽനാ, തീർച്ചയായും ഞങ്ങൾ പറഞ്ഞവരാകും, ഇതൻ അന്നേരം ശതതാ. എന്താ ശതതാ എന്ന് പറഞ്ഞാൽ? എന്താ ശതത്തിന് അർത്ഥം പറഞ്ഞേ? സംബന്ധം. പറയരുതാത്തത് ചെയ്യരുതാത്തത് ചെയ്തവരും പറയരുതാത്തത് പറഞ്ഞവരുമായി ഞങ്ങൾ മാറിപ്പോകുന്നതാണ് എന്ന് അവര് കൃത്യമായി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് അവർ അടിയുറച്ച് ആ തൗഹീദിൽ തന്നെ അടിയുറച്ചു നിന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നത്. ഹാഉലായി, ആ ചെറുപ്പക്കാര് പറയാണ്, അവരുടെ നാട്ടുകാരെ നോക്കി പറയാണ്, ഹാഉലായി. എന്താ ഹാഉലായി എന്ന് പറഞ്ഞാൽ? ഇക്കൂട്ടർ. ഹാഉലായി, ഇക്കൂട്ടർ. ആ യുവാക്കള് അവരുടെ നാട്ടുകാരെ കുറിച്ച് പറയുന്ന വർത്താനാണ് കേട്ടോ. സന്ദർഭം മനസ്സിൽ നിന്ന് തെറ്റിപ്പോകരുത്. ചെറുപ്പക്കാര് അവരുടെ നാട്ടുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഹാഉലായി, ഇക്കൂട്ടർ, ഈ ആളുകൾ ഇക്കൂട്ടർ. ഖൗമുന, അതായത് നമ്മുടെ ജനങ്ങളായ ഇക്കൂട്ടർ, നമ്മുടെ നാട്ടിലെ ജനങ്ങളായ ഇക്കൂട്ടർ. ഇത്തഖദൂ, അവർ സ്വീകരിച്ചിരിക്കുന്നു. ഇത്തഖദൂ, അവർ സ്വീകരിച്ചിരിക്കുന്നു. മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ അവർ സ്വീകരിച്ചിരിക്കുകയാണ്. ആരെ? ആലിഹതൻ, ഇലാഹുകളെ. കുറേ വിഗ്രഹങ്ങൾ ആ നാട്ടിന്റെ പലയിടങ്ങളിലുമായിട്ട് സ്ഥാപിച്ചിരുന്നു. അവിടെയൊക്കെ പോയിട്ട് രാവും പകലുമൊക്കെ ഇബാദത്തുകളും നേർച്ചകളും വഴിപാടുകളും സുജൂദുകളും ഒക്കെ ആ രാജാവിന്റെ കെയർ ഓഫിൽ നിർദ്ദേശപ്രകാരം രാജ്യത്തിന്റെ തെരുവോരങ്ങളിലൊക്കെ നടന്നിരുന്നു. അതൊക്കെ ഈ ചെറുപ്പക്കാരിങ്ങനെ ഡെയിലി കാണുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് അവർ ഈ പറയുന്നത്, ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. കണ്ടില്ല, ഈ ഹാഉലായി, ഇക്കൂട്ടർ. ഖൗമുന, നമ്മളെ നാട്ടുകാരായ ഇക്കൂട്ടർ. എന്താ ഇപ്പൊ അവരുടെ അവസ്ഥ? അവർ പരസ്പരം പറയണേ, ഈ ചെറുപ്പക്കാര് പരസ്പരം പറയാണ്, ഹാഉലായി ഖൗമുന, ഇതാ നമ്മുടെ നാട്ടുകാരായ ഇക്കൂട്ടരെ. എന്താ ഇപ്പൊ അവരുടെ അവസ്ഥ? ഇത്തഹദു, അവരിതാ സ്വീകരിച്ചിരിക്കുന്നത് കണ്ടില്ലേ, മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ, ആലിഹത്തൻ, കുറേ ദൈവങ്ങളെ അവരിങ്ങനെ സ്വീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവര് പരസ്പരം പറയാണ്, ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ. ലൗലാ യഅ്തൂന, ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ലൗലാ യഅ്തൂന, ഇവർ കൊണ്ടുവരാത്തത് എന്താണ്? അലൈഹിം, അവരുടെ മേൽ, അവരീ ചെയ്യുന്ന ശിർക്കിന് അവർക്ക് കൊണ്ടുവരാൻ കഴിയോ? എന്തു കൊണ്ടുവരാൻ കഴിയോ? ബിസുൽത്താനിൻ ബയ്യിനിൻ, വ്യക്തമായ വല്ല തെളിവും. അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ളതിന് വ്യക്തമായ വല്ല പ്രമാണവും കൊണ്ടുവരാൻ നമ്മുടെ ഈ നാട്ടുകാരെ കൊണ്ട് പറ്റുമോ? ആണ് ആ ചെറുപ്പക്കാരുടെ സങ്കടം. ഒരു തെളിവുമില്ലാതെ മണ്ടത്തരല്ലേ ഈ ചെയ്യുന്നത്? എന്ത് പറ്റിപ്പോയി നമ്മുടെ ജനങ്ങൾക്ക് എന്ന് ആ ചെറുപ്പക്കാർ പരസ്പരം ഇങ്ങനെ സങ്കടം പങ്കുവെക്കുകയാണ്. നമ്മളങ്ങനെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ തെറ്റിപ്പോയല്ലോ എന്നുള്ളതിൻ്റെ പേരിൽ സങ്കടം പങ്കുവെക്കുമോ? അതൊക്കെ നമുക്കുള്ള പാടാണ്. നമ്മളെ ജനങ്ങൾ തൗഹീദിന്ന് തെറ്റിപ്പോകുമ്പോൾ നമ്മളെ മനസ്സ് വേദനിക്കണം. എന്തൊക്കെ പേർക്ക് പറ്റിപ്പോയത് പടച്ചോനെ. ഹാഉലായി ഖൗമുന ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ. വല്ല വ്യക്തമായ പ്രമാണങ്ങളും രേഖയും അവർക്ക് കൊണ്ടുവരാൻ കഴിയാത്തതെന്ത്? കൊണ്ടുവരാൻ കഴിയാത്തതെന്ത് എന്നാ ചെറുപ്പക്കാർ ചോദിക്കണത്. പ്രമാണം ഉണ്ടായിട്ട് കൊണ്ടുവരാൻ കഴിയാത്തത് എന്നാണോ? അല്ല, ഒരു പ്രമാണവും ഇതിന് കൊണ്ടുവരാൻ കഴിയൂല, അതാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നത് നോക്കൂ, ഫമൻ അദ്ലമു, ഏറ്റവും കടുത്ത അക്രമി ആരാണുള്ളത്? ഫമൻ അദ്ലമു, ഏറ്റവും അധികം ളുൽമ് ചെയ്യുന്നവൻ ആരുണ്ട്? ലലമ എന്ന് പറഞ്ഞാൽ എന്താ? അക്രമം കാണിച്ചു. ലലമ, അക്രമം കാണിച്ചു. അദ്ലം,
ലാലിം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? അക്രമി, ലാലിം. അതിന്റെ സൂപ്പർ പ്രയോഗമാണ് ആളുലം, ഏറ്റവും കടുത്ത അക്രമി. ഏറ്റവും കടുത്ത അക്രമം ചെയ്യുന്നവൻ ആരാണുള്ളത്? ആരേക്കാൾ? മിമ്മൻ, ഒരുത്തനേക്കാൾ, മിമ്മൻ, ഒരാളേക്കാൾ. അയാൾ എന്താണ് ചെയ്യുന്നത്? ഇഫ്തറാ അലല്ലാഹി കദിബാ. ഇഫ്തറാ, അവൻ കറ്റുകെട്ടി പറയുന്നു. ഇഫ്തറാ, ഇഫ്തറ എന്ന് പറഞ്ഞാൽ കളവ് കെട്ടി ചമക്കണീനാണ് എന്താ പറയാ? ഇഫ്തറ. ഇഫ്തറാ, ഇഫ്തറാ, കള്ളം കെട്ടിച്ചമച്ചു. അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ കദിബൻ, പമ്പിച്ച കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ, അല്ലാഹുവിന്റെ മേൽ കള്ളം കെട്ടി പറയുന്നവനേക്കാൾ കടുത്ത അക്രമിയായിട്ട് വേറെ ആരാണുള്ളത്? നമ്മളെ നാട്ടുകാരേക്കാണ് കടുത്ത അക്രമി, ഇനി വേറെ ആരുമില്ല. എന്നാൽ അള്ളാന്റെ പേരിൽ കടുത്ത അക്രമല്ലേ ഈ ചെയ്യുന്നത്? അവർ ചെയ്യുന്ന അക്രമം എന്താ? ശിർക്ക്. ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം. ഏറ്റവും കടുത്ത അക്രമം എന്താന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? ശിർക്ക്. ഇതല്ലേ നമ്മളെ നാട്ടുകാർ ചെയ്യുന്നത്? എന്ത് ഇവർക്ക് പറ്റി? ഇവർക്ക് വല്ല രേഖയും കൊണ്ടുവരാൻ പറ്റുമോ? ഇവരെന്താ മണ്ടത്തരായി കാണിച്ചു കൂട്ടണത് എന്നിങ്ങനെ ആ ചെറുപ്പക്കാർ, സമാന ചിന്താഗതിക്കാരായ ചെറുപ്പക്കാർ, അവരിങ്ങനെ സങ്കടം പങ്കുവെക്കുന്നതാണ്. ഇത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ആ നാട്ടിലുള്ള കുറെ ആളുകൾ മനഃപൂർവ്വം സംഘടിച്ചതൊന്നും ആയിരുന്നില്ല. ഈ ശിർക്ക് കണ്ടിട്ട് സഹിക്കാതെ രാജ്യത്തിന്റെ പലയിടങ്ങളിൽ നിന്നുമായിട്ട് ഓരോ ചെറുപ്പക്കാരിങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അയാളെടുത്ത് വേറൊരാളിരിക്കും. ഇങ്ങനെ പിന്നെ സമാന ചിന്താഗതിക്കാരായ ഒരു 5-6 ആൾക്കാർ ഇങ്ങനെ ഉണ്ടായി. അപ്പൊ അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ പങ്കുവെക്കണം. എന്താ നമ്മളെ നാട്ടിലെ അവസ്ഥ അല്ലേ? നമ്മളിങ്ങനെ പറയില്ലേ, എന്തിപ്പോ നമ്മളെ കൗമിന്റെ സ്ഥിതി, എന്തവർക്ക് പറ്റി? ഇങ്ങനെ ആ ചെറുപ്പക്കാർ സങ്കടം പങ്കുവെച്ചതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അങ്ങനെ അവരാണ് പിന്നെ ആ രാജ്യം വിട്ടു പോകുന്നത്. അതാണ് അവര് പറഞ്ഞ പോയിന്റുകളൊക്കെ നമ്മളെ മനസ്സിൽ വേണം. ഒരു തെളിവും ശിർക്കിനുണ്ടാവില്ല. നോണയാണ് ഈ പറയുന്നത്. എല്ലാം ഊഹങ്ങൾ മാത്രമായിരിക്കും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ആകെയുള്ള പ്രമാണം എന്തേ ഉണ്ടാവുള്ളൂ? ഊഹങ്ങള്, കെട്ടുകഥകള്, ഐതിഹ്യങ്ങള്, അനുമാനങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു വ്യക്തമായ ശക്തമായ ഒരു എവിഡൻസ് കൊണ്ടുവരാൻ കഴിയൂല ഒരാളെ കൊണ്ട്. ഒരു പ്രൂഫ് ഉണ്ടാവില്ല. അതാണ് ഈ ചെറുപ്പക്കാർ പറഞ്ഞതിന്റെ ഉദ്ദേശം. ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ലൈസ ലഹു ബുർഹാനുൻ, ഒരു തെളിവുമില്ല, ഒരു തെളിവും അവർക്കില്ല. ഊഹങ്ങളെയല്ലാതെ അവർ പിൻപറ്റുന്നില്ല. അങ്ങനെ കൊടുത്തൂടെ, അങ്ങനെ കിട്ടിക്കൂടെ, എന്താപ്പാണ് കഴിഞ്ഞൂടെ എന്നിങ്ങനെ പറയാനല്ലാതെ ഒരു വ്യക്തമായൊരു പ്രമാണമോ ഒരു രേഖയോ കൊണ്ട് സ്ഥാപിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അത്രക്ക് വ്യക്തമാണ് തൗഹീദ്. ഇതാണ് ഈ ചെറുപ്പക്കാരുടെ പ്രഖ്യാപനത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത്. തുടർന്നുകൊണ്ട് അവരുടെ വേറെയും പ്രഖ്യാപനങ്ങളും, ഒരു ഗുഹയിൽ കയറിയതും ഗുഹയുടെ പ്രത്യേകതകളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത സൂക്തങ്ങളിൽ വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കഥകളിലൂടെ ആരാധന്മാരുടെ കാൽപ്പാടുകളെ മനസ്സിലാക്കാനും അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദി മേഖലയിൽ കരുത്താർജിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.